ഇത് കേട്ടാൽ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥ പോലെ തോന്നും. പക്ഷെ ഇത് സത്യമാണ്. നമ്മുടെ ഈ ഭൂമിയിൽ തന്നെയുള്ള ഒരിടം. സമയത്തിലൂടെ യാത്ര ചെയ്യുന്ന പോലൊരു അനുഭവം. ലോകത്തിലെ ഏറ്റവും വിചിത്രമായ ഈ സ്ഥലത്തിന്റെ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഇന്നിൽ നിന്ന് നേരെ നാളേക്ക് നടന്നുപോകാൻ പറ്റുമോ? അല്ലെങ്കിൽ നാളെയിൽ നിന്നും ഇന്നലേക്ക്? എപ്പോഴെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? വിശ്വസിക്കാൻ കുറച്ചു പാടാണെന്നറിയാം. എന്നാലും പറ്റും എന്ന് ഉത്തരം നൽകുന്ന ഒരേയൊരു സ്ഥലം നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. കണ്ടില്ലേ, വെറും 4 കിലോമീറ്റർ മാത്രം അകലത്തിൽ കിടക്കുന്ന 2 ദ്വീപുകൾ. പക്ഷെ രണ്ടും 2 വ്യത്യസ്ത ദിവസങ്ങളിലാണ്. ഒന്ന് ഇന്നാണെങ്കിൽ തൊട്ടടുത്തുള്ളത് നാളെയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഈ ഒരു അത്ഭുതത്തിന് കാരണമായ ആ ഡയോമെഡ് ദ്വീപുകളെ നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാം. അപ്പോ ഈ ഡയോമെഡ് ദ്വീപുകൾ എന്ന് പറയുന്നത് അടുത്തടുത്തായി കിടക്കുന്ന 2 ചെറിയ ദ്വീപുകളാണ്. ഇതിൽ ലിറ്റിൽ ഡയോമെഡ് അമേരിക്കയുടെയും ബിഗ് ഡയോമെഡ് റഷ്യയുടെയും ഭാഗമാണ്. അതായത് ഒരു കാലത്ത് നിപ്രമിരിയമ വൈരികളായിരുന്ന 2 രാജ്യങ്ങൾ അയൽക്കാരായി മാറുന്ന ഒരു അപൂർവ സ്ഥലം. ബെറിങ് കടലിടുക്കിന്റെ നടുവിലായാണ് ഈ ദ്വീപുകളുള്ളത്. ലോകത്തിലെ 2 വൻശക്തികളായ അമേരിക്കയും റഷ്യയും നേരിട്ട് അയൽക്കാരായി മാറുന്ന ഒരേയൊരു സ്ഥലം എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അതുകൊണ്ടുതന്നെ ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരിടം തന്നെയാണ്. വെറും 4 കിലോമീറ്റർ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത്രയും ചെറിയൊരു ദൂരമാണ് 2 ഭൂഖണ്ഡങ്ങളെ, 2 രാജ്യങ്ങളെ, അതിനേക്കാളൊക്കെ ഉപരിയായി 2 വ്യത്യസ്ത ദിവസങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നത്. അപ്പോ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും, എങ്ങനെയാണ് ഈ സമയവ്യത്യാസമുണ്ടാകുന്നത്? അതിനു പിന്നിലെ ശാസ്ത്രീയമായ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഉത്തരം അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്ന ഒരു സാങ്കൽപ്പിക രേഖയിലാണ്. അതായത് ഭൂമിയിൽ ഒരു ദിവസം അവസാനിക്കുകയും അടുത്ത ദിവസം തുടങ്ങുകയും ചെയ്യുന്നതിനെ അടയാളപ്പെടുത്തുന്ന ഒരു ലൈൻ. ഈയൊരു രേഖയാണ് ഈ അത്ഭുതത്തിന് പിന്നിൽ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഈ 2 ദ്വീപുകൾക്കിടയിലുള്ള സമയവ്യത്യാസമെന്ന് പറയുന്നത് 21 മണിക്കൂറാണ്. വെറും 4 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ഒരു ദിവസത്തോളം വരുന്ന വ്യത്യാസം. ശരിക്കും അവിശ്വസനീയമായി തോന്നുന്നില്ലേ? ഇതിന്റെ കാരണം വളരെ ലളിതമാണ്. ഈ അന്താരാഷ്ട്ര ദിനാങ്കരേഖ കടന്നുപോകുന്നത് കൃത്യമായി ഈ 2 ദ്വീപുകൾക്കിടയിലൂടെയാണ്. അതുകൊണ്ട് കിഴക്കുഭാഗത്തുള്ള ലിറ്റിൽ ഡയമണ്ട് ഒരു ദിവസത്തിലും പടിഞ്ഞാറ് ഭാഗത്തുള്ള ബിഗ് ഡയമണ്ട് അടുത്ത ദിവസത്തിലുമായി നിലകൊള്ളുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, റഷ്യൻ ദ്വീപായ ബിഗ് ഡയോമേഡിൽ ആളുകൾ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള അമേരിക്കൻ ദ്വീപിൽ അവിടെ പുതുവർഷമെത്താൻ ഇനിയും 21 മണിക്കൂർ ബാക്കിയുണ്ടാവും. അപ്പോൾ ഇത്രയും വിചിത്രമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നത് എങ്ങനെയായിരിക്കും? നമുക്ക് ഡയോമെഡ് ദ്വീപുകളിലെ ജീവിതത്തെക്കുറിച്ച് കുറച്ചുകൂടി അറിയാം. അമേരിക്കയുടെ ഭാഗമായ ലിറ്റിൽ ഡയോമെഡിൽ ഏകദേശം ഒരു 80ഓളം ആളുകൾ താമസിക്കുന്നുണ്ട്. വർഷത്തിൽ കൂടുതൽ സമയവും കനത്ത തണുപ്പും മഞ്ഞും. റോഡുകളൊന്നുമില്ലാത്ത ഒറ്റപ്പെട്ടൊരു ജീവിതമാണ് അവരുടേത്. പുറംലോകവുമായി ബന്ധപ്പെടുക എന്നത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ അപ്പുറത്ത് റഷ്യൻ ദ്വീപായ ബിഗ് ഡയോമെഡിലോ അവിടെയൊന്ന് ജനവാസമില്ല. ഉള്ളത് ഒരു റഷ്യൻ സൈനിക കേന്ദ്രം മാത്രം. ഒരുപക്ഷേ ഇന്നലെ നടക്കുന്നതെല്ലാം നിരീക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം. ഇപ്പൊ നമ്മൾ കേട്ട ഈ വിവരങ്ങളെല്ലാം ഒന്ന് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ കിട്ടുന്ന ചിത്രം ശരിക്കും അതിശയകരമാണ്. നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങൾ അമേരിക്കൻ ദ്വീപായ ലിറ്റിൽ ഡയോമെഡിന്റെ തീരത്ത് നിൽക്കുകയാണ്. നിങ്ങളുടെ കൺമുന്നിൽ ആ കാണുന്ന കര, അത് അടുത്ത ദിവസമാണ്. അതായത് ഇന്ന് നിന്നുകൊണ്ട് നാളെയെ നേരിൽ കാണാൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലം. ചുരുക്കി പറഞ്ഞാൽ, ഒരാൾക്ക് ഭാവിയെ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ലോകത്തിലെ ഒരേയൊരു സ്ഥലമാണ് ഈ ഡയോമെഡ് ദ്വീപുകൾ. ഇത് വെറുമൊരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത മാത്രമല്ല, സമയത്തെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ സങ്കല്പങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഭൂപടത്തിലെ ഒരു സാങ്കൽപ്പിക രേഖയ്ക്ക് ഒരു ദിവസത്തെ തന്നെ മാറ്റാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ യാഥാർത്ഥ്യങ്ങളെയും രൂപപ്പെടുത്തുന്ന നമുക്ക് കാണാൻ കഴിയാത്ത മറ്റതിരുകളും രേഖകളും ഏതൊക്കെയായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.